എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ. ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 28 നമ്മളിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്ന ഈ തുടരെ നിരന്തരമായ യാഗങ്ങൾ നടത്തി പുണ്യം നേടാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഒരു കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുരഞ്ജന രാജാവിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹം സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നു. അവിടെ ഒരു സ്ത്രീയെ കണ്ടു, വിവാഹം കഴിച്ചു. വളരെ സന്തോഷത്തോടു കൂടി മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ആ നഗരത്തിൽ അങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെ വരുന്നതിനിടയിൽ വാർദ്ധക്യം വന്നതുപോലും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു നിർത്തി. അപ്പോൾ വാർദ്ധക്യം വന്ന് അണഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു കഥാരൂപത്തിൽ. അതായത് കാലത്തിൻ്റെ മകളായിട്ട് വരുന്നു. അതായത് കാലത്തിൻ്റെ മകളാണ് ഇവിടെ ജര എന്നറിയപ്പെടുന്നത്. ഈ ജര ഇങ്ങനെ അതായത് എല്ലാവരുടെയും ചുറ്റി നടക്കുകയാണ്. തനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പതിയെ അന്വേഷിച്ച്, ഇഷ്ടപ്പെട്ട ഒരു പതിയെ അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ജരാനര ബാധിക്കാൻ പറ്റിയ ഒരാളെ, സ്വീകരിക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കുക. പലരോടും ചോദിച്ചു, ആരും അതിനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ നാരദ മഹർഷിയെ സമീപിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷിയാണെങ്കിൽ നിത്യ യൗവനാണ്, അത് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള യോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ള മഹർഷിയാണ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, യവന രാജാവിനെ സമീപിക്കൂ, അദ്ദേഹം നിന്നെ സ്വീകരിക്കുമെന്ന്. അങ്ങനെ യവന രാജാവായിട്ടുള്ള ഭയം എന്ന പേരുള്ള യവന രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. പക്ഷെ അദ്ദേഹം പത്നിയായിട്ടല്ല സ്വീകരിച്ചത്, സഹോദരിയായിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു സഹോദരനുണ്ട്, പ്രജ്വാരൻ എന്ന സഹോദരൻ, അനിയനുണ്ട്. അപ്പോൾ ആ സഹോദരനോടൊപ്പം എൻ്റെ സഹോദരി സ്ഥാനത്ത് നിന്ന് പ്രജ്വാരനും ഈ ഒരു ജരയും, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ആരോടും ആവശ്യപ്പെടണ്ട, കാരണം ഒരാളും നിങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കയറി അങ്ങ് ആക്രമിച്ച് അവരിലേക്ക് നിങ്ങളങ്ങ് കടന്ന് പിടികൂടുക അവരെ, അല്ലാതെ നിങ്ങളെ ആരും അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് യവന രാജാവായ ഭയം അവരോട് നിർദ്ദേശവും കൊടുത്തു. അങ്ങനെയാണ്. അപ്പം ഇതെന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ പുരഞ്ജന രാജാവിന് വാർദ്ധക്യം വന്നതുപോലും അറിയാതെ ആ സുഖത്തിൽ അനുഭവിച്ചിങ്ങനെ ഭൗതിക ജീവിതം അനുഭവിച്ച് സുഖിച്ച് ജീവിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ജരാനരകൾ വരുന്നതും വാർദ്ധക്യം വരുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിർത്തി അവരങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ആളുകളെ ആക്രമിക്കുകയാണ്. ജരയും അതുപോലെ തന്നെ പ്രജ്വാരൻ എന്ന ഭയം എന്ന യവന രാജാവിൻ്റെ സഹോദരനും സഹോദരിയും ചേർന്ന് എല്ലാവരെയും ആക്രമിക്കുകയാണ്. ഭടന്മാരും ഉണ്ട്, യവന ഭടന്മാരും. അതാണ് ഇനി നമ്മൾ തുടർന്ന് അധ്യായം 28 കാണുന്നത്. പുരഞ്ജനൻ അടുത്ത ജീവിജന്മത്തിൽ ഒരു സ്ത്രീയായി തീരുന്നു, അതായത് വൈദർഭി എന്ന പേരിൽ. ആ വൈദർഭിയുടെ ചരിതം അതാണ് ഇനി നമ്മൾ ഈ ഒരു അധ്യായത്തിൽ. അപ്പോൾ പുരഞ്ജന രാജാവിന് വാർദ്ധക്യം വന്നു. വാർദ്ധക്യം ആരായിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ ജരയുടെ കാര്യത്തിൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വാർദ്ധക്യം വന്നിട്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം പുരഞ്ജനൻ ഒരു സ്ത്രീയായിട്ട് ജനിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു അധ്യായത്തിൽ അതിൻ്റെ തുടക്കമാണ് പറയുന്നത്. നാരദ ഉവാച. നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് പറയുന്നു, സൈനിക ഭയനാംനഃ യേ ബർഹിഷ്മൻ ദിഷ്ടകാരിണഃ പ്രജ്വാര കാലകന്യാഭ്യാം വിചേരു അവനീം ഇമാം.
സൈനികര് ഭയനാംനഹ ഭയം എന്നു പേരുള്ള യവന രാജാവിൻ്റെ ദിഷ്ടകാരിണഹ എന്ന് വെച്ചാൽ സന്ദേശവാഹകരായിട്ടുള്ള ആ സൈനികര് ആരൊക്കെയാണോ അവർ ബർഹിഷ്മൻ, അതിവിടെ നാരദ മഹർഷി വിളിക്കുകയാണ്, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, ഭയം എന്നു പേരുള്ള ആ യവന രാജാവിൻ്റെ സന്ദേശവാഹകരായ ബലവാന്മാരായ ആ സൈനികർ ആരൊക്കെയാണോ അവരോടൊപ്പം പ്രജ്വാരൻ എന്ന സഹോദരനും കാലകന്യ എന്ന സഹോദരിയും ചേർന്ന് അവനിയും ഇമാം ഈ ഭൂമി മുഴുവനും വിചേരു ചുറ്റി സഞ്ചരിച്ചു. അവർക്ക് കടന്നാക്രമിക്കാൻ പറ്റിയ ആരൊക്കെയാണെന്ന് നോക്കി ഇവരിങ്ങനെ, അതായത് പ്രജ്വാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ജ്വര, അതായത് എന്താ പറയുക, അസുഖങ്ങൾ, വാർദ്ധക്യം വരുമ്പോൾ അതും ഇതൊക്കെ ആയിട്ട് ഓരോ അസുഖങ്ങൾ ബാധിക്കാം. മറ്റേത് കാലകന്യ എന്ന് പറയുന്നത് ജരാനരകൾ ബാധിക്കാം, മറ്റേത് ജ്വരം, അസുഖങ്ങൾ ബാധിക്കാം. അപ്പോൾ ഇത് യവന രാജാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയത്തിൻ്റെ രണ്ട് അനിയന്മാരാണെന്ന്. അതായത് ഒന്ന് ജരാനര ബാധിക്കാം, മറ്റേത് ജ്വരം വരിക, അസുഖങ്ങൾ വരുന്നത്. അപ്പം ആ രണ്ടും വാർദ്ധക്യം, ആ മരണത്തിലേക്കുള്ള കാരണങ്ങളാണ് അത് രണ്ടും. അപ്പം ഇവരിങ്ങനെ കടന്നാക്രമിക്കാൻ പറ്റിയ ആരൊക്കെ എന്നിങ്ങനെ അന്വേഷിച്ച് ഭൂമി മുഴുവൻ ചുറ്റി നടന്നു. ശ്ലോകം 2 എന്ന് പറയുമ്പോൾ തേ ഏകദാ തു രഭസ പുരഞ്ജനപുരീം നൃപ രുരുദുഹു ഭൗമഭോഗാഢ്യാം ജരത് പന്നകപാലിതാം. അവർ, അതായത് യവന രാജാവായ ഭയത്തിൻ്റെ 2 സഹോദരന്മാരും മറ്റു സൈനികരും, യവന സൈനികരും, അവർ ഏകത ഒരിക്കൽ രഭസ, അതായത് രഭസ എന്ന് വെച്ചാൽ വളരെ ശക്തിയോടുകൂടി, പുരഞ്ജനപുരി, അതായത് പുരഞ്ജനൻ്റെ നഗരത്തെ, നൃപ എന്ന് വിളിക്കുന്നത് ഇവിടെ പ്രാചീന ബർഹിസിനെയാണ് വിളിക്കുന്നത്, അല്ലയോ രാജാവേ. അങ്ങനെ ഈ യവന സൈനികരും യവന രാജാവിൻ്റെ 2 സഹോദരനും സഹോദരി, ഇവരെല്ലാം ചേർന്ന് ഒരിക്കൽ പുരഞ്ജനപുരിയെ രഭസ രുരുതു, വളരെ ശക്തിയോടുകൂടി, രുരുതു എന്ന് വെച്ചാൽ ചുറ്റി അങ്ങോട്ട് വളഞ്ഞു. എങ്ങനെയുള്ള പുരഞ്ജനപുരി? ഭൗമഭോഗാഢ്യാം, എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിച്ച് ഇങ്ങനെ കഴിയുന്ന, ജരത് പന്നകപാലിതാം, ജരത് എന്ന് വെച്ചാൽ വാർദ്ധക്യം ബാധിച്ച്, ജരാനരകൾ ബാധിച്ച്, പന്നകപാലിതാം എന്ന് വെച്ചാൽ 5 ശിരസോട് കൂടിയ സർപ്പത്താൽ സംരക്ഷിക്കപ്പെടുന്ന. അത് നമുക്കറിയാലോ. അതായത് പുരഞ്ജന രാജാവ് പത്നിയെ സ്വീകരിക്കാൻ പോകുമ്പോൾ മനോസുന്ദരിയായ ഒരു സ്ത്രീയെ ആ നഗരത്തിൽ കാണുമ്പോൾ അവളുടെ മുന്നിൽ 5 ശിരസ്സുള്ള ഒരു നാഗം ഉണ്ടായിരുന്നു സംരക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവളെ സ്വീകരിച്ചോടുകൂടി അവളുടെ സേവകന്മാരും സർപ്പമൊക്കെ രാജാവിന് സ്വന്തമായി. പിന്നെ പുരഞ്ജനപുരി സംരക്ഷിച്ചിരുന്നത് ഈ സർപ്പമാണ്. അപ്പോൾ സർപ്പത്തിനും വാർദ്ധക്യം ബാധിച്ചു, രാജാവിന് മാത്രമല്ല. വാർദ്ധക്യം ബാധിച്ച 5 ശിരസ്സോട് കൂടിയ സർപ്പത്താൽ സംരക്ഷിക്കപ്പെടുന്ന, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു ജീവിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന പുരഞ്ജനപുരിയെ ഒരിക്കൽ ഈ യവന രാജാവിൻ്റെ സൈനികരും സഹോദരനും സഹോദരിയും ചേർന്ന് അങ്ങോട്ട് ശക്തമായി ബലമായി അങ്ങ് ചുറ്റിവളഞ്ഞു. അപ്പോൾ അവർ കണ്ടുപിടിച്ചു ആക്രമിക്കാൻ പറ്റിയ സ്ഥലം. വയസ്സാവും, അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ മരണം സംഭവിക്കും, ഇങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. എല്ലാ സുഖാസക്തികളും അനുഭവിച്ച് ഇങ്ങനെ സുഖിച്ച് ജീവിച്ചു പോകുന്നൊരു നഗരം കണ്ടപ്പോൾ അവർ നേരെ ചെന്ന് ആക്രമിച്ചു. ശ്ലോകം 3 കാലകന്യാ അഭി ബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാ അഭിഭൂത പുരുഷഃ സദ്യഃ നിസാരതാം ഇയാത്. കാലകന്യാ അഭി, അതായത് കാലത്തിൻ്റെ പുത്രി ജരാനര, കാലകന്യയും ബുഭുജെ കീഴടക്കിയെന്ന്. പുരഞ്ജനപുരം ബലാത്ത്, കാലകന്യ പുരഞ്ജനപുരിയെ ബലമായി അങ്ങ് കീഴടക്കി എന്ന് വയ്ക്കുന്ന പറയുന്നതിൻ്റെ അർത്ഥം പുരഞ്ജന രാജാവിനെ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി എന്ന്. അപ്പം ജരാനര ബാധിച്ചു തുടങ്ങി. ഇനി അതോടൊപ്പം യയാ അഭിഭൂത, യയ എന്ന് വെച്ചാൽ ഏതൊരു, ആ കാലകന്യ, അഭിഭൂത എന്ന് വെച്ചാൽ ബാധിച്ചിട്ട്, പുരുഷഃ മനുഷ്യർ, സദ്യഃ വളരെ പെട്ടെന്ന് തന്നെ, നിസാരതാം എന്ന് വെച്ചാൽ ഒരു ഉപയോഗവുമില്ലാതെ, അങ്ങനെ ഇല്ലാത്തവരായിട്ട് ഇയാത് മാറിപ്പോകുന്നു എന്ന്. കാലകന്യ ആരെയാണോ കയറി പിടിക്കുന്നത്, അങ്ങനെ പിടിക്കപ്പെട്ട മനുഷ്യർ അധികം താമസിയാതെ വളരെ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടൊരു ഉപകാരവുമില്ല, അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്തവരായിട്ട് അവർ മാറുന്നു. എന്ന് വെച്ചാൽ ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ വയ്യാണ്ടാവുന്നു, ശരീരത്തിൻ്റെ ശക്തി കുറയുന്നു.
അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി അവർ മാറുന്നു. അങ്ങനെ കാലകന്യ വളരെ പെട്ടെന്ന് തന്നെ ആ പുരഞ്ജനപുരിയെ അങ്ങ് ബലമായി കീഴടക്കി. എന്ന് വെച്ചാൽ പുരഞ്ജന രാജാവിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുക, കൈകാലുകളൊക്കെ പേശിക്കുറവ്, ജരാനരകളൊക്കെ ബാധിച്ച് ആ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ നന്നായി കാണാൻ തുടങ്ങി. ശ്ലോകം 4. തയാ ഉപഭൂജ്യമാനാം വൈ യവനാഹ സർപ്പദോദിശം ദ്വാർഭിഃ പ്രവിശ്യ സുഭൃശം പ്രാർദയൻ സകലാം പുരീം. തയാ ഉപഭൂജ്യമാനാം വൈ യവനാഹ സർവദോദിശം ദ്വാർഭിഃ പ്രവിശ്യ സുഭൃശം പ്രാർദയൻ സകലാം പുരീം. തയാ ആ കാലകന്യയാൽ ഉപഭൂജ്യമാന എന്ന് വെച്ചാൽ ആശ്ലേഷിക്കപ്പെട്ട വൈയവനഹ, അതായത് ആ പുരഞ്ജനപുരി, കാലകന്യ കീഴടക്കിയ ആ പുരഞ്ജനപുരിയെ, കാലകന്യ മാത്രമല്ല എന്ന്, വൈ യവനഹ യവനന്മാരും, അതായത് യവന രാജാവായ ഭയത്തിൻ്റെ സേവകരായിട്ടുള്ള സൈനികരായിട്ടുള്ള യവനന്മാരും, സകലാം പുരിയും ആ പുരഞ്ജനപുരി പൂർണ്ണമായിട്ടും സർവദോദിശം എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് വന്ന് ഒരുമിച്ച് അങ്ങോട്ട് യവനന്മാരും കാലകന്യയും ചേർന്ന് അങ്ങോട്ട് കീഴടക്കിയിട്ട് അവരെങ്ങനെയാണ് കടന്നത്? ദ്വാർഭി പ്രവിശ്യ, 9 ദ്വാരങ്ങളുണ്ട് ഈ പുരഞ്ജനപുരിയിലേക്ക് കടക്കാൻ. ആ ഓരോ ദ്വാരങ്ങളിലൂടെയും അകത്തേക്ക് പ്രവേശിച്ചിട്ട് സുഭൃശം പ്രാർദയൻ ആ പുരിയെ എല്ലാ രീതിയിലും അങ്ങോട്ട് കഷ്ടപ്പെടുത്തിയെന്നാണ്. അർത്ഥം മനസ്സിലാവുണ്ടല്ലോ. അപ്പം കാലകന്യ മാത്രമല്ല മറ്റെല്ലാ യവനന്മാരും ചേർന്ന്, യവന സൈന്യവും ചേർന്നിട്ട് പുരഞ്ജനപുരിയുടെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് ആക്രമിച്ച് 9 ദ്വാരങ്ങളിലൂടെ പുരിയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് ഈ പുരിയിൽ എല്ലാ രീതിയിലും ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ശ്ലോകം 5. തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനി പുരഞ്ജനഃ അവാപ ഉരുവിതാൻ താപാൻ കുടുംബീ മമത ആകുല. തസ്യ ആ നഗരം, ആ പുരഞ്ജനപുരി എന്ന നഗരം, പ്രപീഡ്യമാനായാം പല വിധത്തിലും ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അതായത് പല വിധത്തിലും കാലകന്യയെ കൊണ്ടും യവന സൈന്യം കൊണ്ടും ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അപ്പോഴും എന്താ സംഭവിക്കുന്നത്? അഭിമാനി, ഇതെൻ്റെ നഗരം, പുരിയാണ്, ഞാൻ വസിക്കുന്ന ഇടമാണ് എന്ന് അഭിമാനിച്ചിരുന്ന ഒരു യജമാനൻ ആ പുരിയിലുണ്ട്. ആരാ? പുരഞ്ജന രാജാവ്. പുരഞ്ജനഃ, അങ്ങനെയുള്ള പുരഞ്ജനൻ, അദ്ദേഹം കുടുംബനാഥനാണ്. മമത ആകുല, കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, മമത കൊണ്ട് ആകുല ചിത്തനായിട്ട് കഴിയുന്ന, അത്രയും സ്നേഹാധിക്യം മമതയിൽപ്പെട്ട് കിടക്കുന്നവനുമാണ്, കുടുംബസ്ഥനുമാണ്. ഇതെൻ്റെ വാസസ്ഥലമാണ്, ഇതെൻ്റെ നഗരമാണ് എന്ന് അഭിമാനം കൊണ്ട് നടക്കുന്നവനുമായ ആ പുരഞ്ജന രാജാവ് അവാഭ ഉരുവിതാൻ എന്ന് വെച്ചാൽ പല വിധത്തിലുമുള്ള താപാൻ ബുദ്ധിമുട്ടുകളെ അവാഭ അനുഭവിക്കാൻ തുടങ്ങി എന്ന്. അപ്പോൾ കാലകന്യയും സൈനികരും ചേർന്ന് പുരഞ്ജനപുരിയെ പല വിധത്തിലും പീഡിപ്പിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, പുരിയുടെ ഉള്ളിലേക്ക് കടന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയോടുകൂടി ആ പുരിയുടെ ഉടമസ്ഥനായിട്ട് ഇതെൻ്റെ പുരി എന്ന് അഭിമാനിച്ചിരുന്ന അതിൻ്റെ യജമാനനായ പുരഞ്ജന രാജാവ്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുടുംബത്തിനോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റും മമതയും ഉള്ളവനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങി. അതായത് വാർദ്ധക്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. ശ്ലോകം 6. കന്യാ ഉപഗൂഢഃ നഷ്ടശ്രീഃ കൃപണഃ വിഷയാത്മക നഷ്ടപ്രജ്ഞഃ ഹൃദൈശ്വര്യ ഗന്ധർവ യവനൈഃ ബലാത്. കന്യ ഉപഗൂഢ, കാലകന്യയാൽ അങ്ങനെ ആലിംഗനം ചെയ്യപ്പെട്ടതോടുകൂടി നഷ്ടശ്രീ, സൗന്ദര്യം നഷ്ടപ്പെട്ടു പുരഞ്ജന രാജാവിൻ്റെ. അപ്പോൾ ഒരു രാജാവായിട്ട് സങ്കല്പിക്കുമ്പോൾ എന്താ നമ്മൾ കാണേണ്ടത്? രാജാവിന് വാർദ്ധക്യം ബാധിച്ചതോടുകൂടി രാജാവിൻ്റെ ശരീര സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴും എന്താ അദ്ദേഹത്തിൻ്റെ കുഴപ്പം? വിഷയാത്മക, ഭൗതിക ആഗ്രഹങ്ങൾക്ക് ഒരു കുറവുമില്ല, അതിൽ അപ്പോഴും ആസക്തിയുള്ളവനാണ്. സൗന്ദര്യം നഷ്ടപ്പെട്ടു, ശേഷിക്കുറവ് വരാൻ തുടങ്ങി, ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി, അദ്ദേഹത്തിന് കഷ്ടപ്പെടുത്താൻ തുടങ്ങി എല്ലാവരും ചേർന്നിട്ട്. പക്ഷെ എന്നിട്ടും ഈ ഭൗതിക സുഖങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തി ഉണ്ടല്ലോ, സ്നേഹബന്ധങ്ങൾ, കുടുംബം, ഖജനാവ്, പണം, സുഖസൗകര്യം, ഇതിനൊക്കെയുള്ള ആസക്തി ഒന്നും മാറിയിട്ടുമില്ല. അതാണ് വിഷയാത്മക, വിഷയസുഖങ്ങളിൽ അത്രയും ആസക്തിയോടുകൂടി ജീവിക്കുന്ന, എന്നാൽ നഷ്ടശ്രീ, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. കൃപണഃ, കൃപണൻ ആരാണെന്ന് ഭഗവത്ഗീത പഠിച്ച ഓർമ്മയുണ്ടാവല്ലോ.
അറിയേണ്ടതിനെ, ഒരു ജന്മത്തിൽ അറിയേണ്ടതിനെ അറിയാതെ പോകുന്നവരെയാണ് കൃപണന്മാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ കൃപണനായി, അതായത് അത് അറിയേണ്ടതിനെ അറിയാത്തവനായി അങ്ങനെ ജീവിച്ച് നഷ്ടപ്രജ്ഞ എന്ന് വെച്ചാൽ നശിച്ച ബുദ്ധി പ്രചോദിതമായ ബുദ്ധിയില്ലാതെ ഗന്ധർവ യവനൈ ബലാത്, ഗന്ധർവന്മാരാലും യവനന്മാരാലും ബലമായി ആക്രമിക്കപ്പെട്ട ആ പുരഞ്ജനപുരി അങ്ങനെ ഹൃദ ഐശ്വര്യ, അവർ ഹൃദം കവർന്നെടുത്ത് ഐശ്വര്യം നഷ്ടപ്പെട്ടതുപോലെയായി ആ പുരഞ്ജനപുരി. അപ്പം കാലകന്യ കയറി ആക്രമിച്ചതോടുകൂടി സൗന്ദര്യം നഷ്ടപ്പെട്ടെങ്കിലും കൂടി വിഷയാസക്തി അങ്ങോട്ട് പോകണമില്ല. വാർദ്ധക്യമായാലും മോഹം കുറയില്ലല്ലോ എന്ന് പറയില്ലേ, അതാണ്. എത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രായമാകുമ്പോൾ മനസ്സെത്തുന്നിടത്തേക്ക് ശരീരം എത്തില്ല, പക്ഷേ എന്നിട്ടും മനസ്സിലെ മോഹത്തിന് കുറവില്ല. അതാണ് ആ വിഷയാസക്തിയോട് കുറവില്ലാതെ കൃപണനായിട്ട് അറിയേണ്ടതിനെന്തോ അതറിഞ്ഞില്ല, അതറിയാൻ വേണ്ടി കിട്ടിയതാണ് ഈ മനുഷ്യൻ എന്ന പുണ്യജന്മം, നരജന്മം. എന്നിട്ട് അതിനെ അറിയാതെ പ്രചോദിതമായ ബുദ്ധിയൊന്നുമില്ലാതെ യവനന്മാരാലും ഗന്ധർവന്മാരാലും ബലമായി ആക്രമിക്കപ്പെട്ട് സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട നഗരമായി മാറി അങ്ങനെ പുരഞ്ജനപുരി. ശ്ലോകം 7ഉം 8ഉം ഒരുമിച്ച്, അപ്പോഴാണ് അർത്ഥം പൂർത്തിയാവുക. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാൻ അനാദൃതാൻ പുത്രാൻ പൗത്രാൻ അമാത്യാൻ പുത്രാൻ പൗത്രാൻ അമാത്യാൻ ജായാം ച ഗത സൗഹൃദാം. വിശീർണം എന്ന് വെച്ചാൽ തകർന്നു പോവുക. സ്വപുരീം സ്വന്തം നഗരത്തെ, അപ്പം നശിച്ചു പോകുന്ന തകർന്നിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്വന്തം നഗരത്തെ വീക്ഷ കണ്ടിട്ട്, അതായത് പുരഞ്ജന രാജാവ് തൻ്റെ നഗരം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ അതുമാത്രമല്ല കാണുന്നത്, വേറെ പലതും കാണുകയാണ്. ആ സമയമായപ്പോൾ വയസ്സായപ്പോഴാണ് കുറേ സത്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായത്. സ്വന്തം നഗരം അതിങ്ങനെ നശിച്ചു പോകുന്നത് സ്വയം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് എന്താണെന്ന്. അതോടൊപ്പം അപ്പോൾ കുറേശ്ശെ മനസ്സിലായി തുടങ്ങി, എനിക്ക് വയസ്സായി തുടങ്ങി എന്ന്. അതോടൊപ്പം കുറേ സത്യങ്ങൾ അറിയണം. അതെന്താണെന്നറിയോ? പ്രതികൂലമായി നിൽക്കുന്നത്, അനാദൃതാൻ ആദരവില്ലാതെ, തന്നോട് ഒരു ഇതുവരെ കാണിച്ച ആരോഗ്യമുള്ളപ്പോൾ തന്നോട് വളരെ ആദരവോടുകൂടി പെരുമാറിയവർക്കൊന്നും ഇപ്പോൾ ഒരു ആദരവില്ലാണ്ടായി. മനസ്സിലായോ? തനിക്ക് താൻ പറയുന്ന വാക്കുകൾക്കൊക്കെ പ്രതികൂലമായി, തൻ്റെ തീരുമാനങ്ങളെയും എതിർത്ത് സംസാരിക്കുന്ന, തനിക്ക് പ്രതികൂലമായി നിൽക്കുന്നവരുമായി, തന്നോട് ആദരവില്ലാത്തവരുമായി വരുന്ന ആളുകളെയൊക്കെ കാണാൻ തുടങ്ങി. പുത്രാൻ, അതിൽ തൻ്റെ പുത്രന്മാരുണ്ട്. പൗത്രാൻ, പേരക്കുട്ടികളുണ്ട്. ഭൃത്യന്മാരുണ്ട്. അമാത്യൻ, മന്ത്രിമാരുണ്ട്. ജായാം, സ്വന്തം ഭാര്യയുമുണ്ട്. ഗത സൗഹൃദം, അതുവരെ തന്നോട് സൗഹൃദത്തിലിരുന്നിരുന്ന സ്വന്തം ഭാര്യ പോലും ഇപ്പോൾ തന്നെ എതിർക്കുന്നതും തനിക്ക് സ്നേഹവും ആദരവും തരാതിരിക്കുന്നതും പ്രതികൂലമായി നിൽക്കുന്നതും അദ്ദേഹം കാണുന്നുണ്ട്. ഒപ്പം സ്വന്തം ശരീരം ഇങ്ങനെ നശിച്ചു പോകുന്നതും കാലകന്യയുടെയും മറ്റും ആക്രമണം കൊണ്ട് നശിച്ചു പോകുന്നതും അദ്ദേഹം കാണുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ശ്ലോകം കൂടി. അതുമാത്രമല്ല കാണുന്നത്, ആത്മാനാം എന്ന് വെച്ചാൽ തന്നെ സ്വയം കാണുകയാണ്. കന്യയാഗ്രസ്തം, കാലകന്യയായ ജരാനര ഗ്രസ്തം, വിഴുങ്ങിപ്പിടിച്ച അല്ലെങ്കിൽ ആക്രമിച്ച സ്വന്തം അവനവനെയും തന്നെ കാണുന്നുണ്ട്. ഒപ്പം പാഞ്ചാലം, അതായത് തൻ്റെ പുരഞ്ജനപുരി അതാകുന്ന പാഞ്ചാലം എന്ന ആ ദേശത്തെയും കണ്ടിട്ട് അരിദുഷിത എന്ന് വെച്ചാൽ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെട്ട പാഞ്ചാല ദേശത്തെയും അദ്ദേഹം കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ദുരന്ത ചിന്താം ആപന്ന, ഒരിക്കലും അവസാനിക്കാത്ത ചിന്തകളെ ആപന്ന അദ്ദേഹം പ്രാപിച്ചു. അതായത് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. എന്തായിരുന്നു ചിന്തിച്ചത്? തത് പ്രതിക്രിയാം, ഇതിനെയൊക്കെ പരിഹാരം എങ്ങനെ കാണുമെന്ന് ചിന്തിച്ചു. പക്ഷേ ലേബേ, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന്, പരിഹാരം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാലകന്യയുടെയും പ്രജ്വാലൻ്റെയും ആക്രമണം ഉണ്ടായല്ലോ. അപ്പോൾ ആ ആക്രമണം ഉണ്ടായപ്പോൾ പുരഞ്ജനപുരിയിൽ അദ്ദേഹം കാണുകയാണ്, അതുവരെ തന്നോട് ആദ്യം തന്നെ അത് ആക്രമിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം നഗരം കാണുന്നു. പിന്നെ അതുവരെ തന്നോട് ആദരവ് കാണിച്ചിരുന്നവർ ഇപ്പോൾ ആദരവില്ലാതെയും തനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് കണ്ടു. അതിൽ പുത്രന്മാർ, പൗത്രന്മാർ, ഭൃത്യന്മാർ, മന്ത്രിമാർ, സ്നേഹത്തോടെ അതുവരെ കൂടെ നിന്നിരുന്ന ഭാര്യ വരെ അതിലുള്ളതായി കണ്ടു. പിന്നെ കാലകന്യ ആക്രമിച്ച് കീഴടക്കിയ തന്നെ സ്വയം
തന്നെത്താനെയും തൻ്റെ പുരഞ്ജന ശത്രുക്കളാൽ ആക്രമിച്ചു നശിച്ച പുരഞ്ജനപുരി എന്ന ആ പാഞ്ചാലം പുരിയെയും ആ നഗരത്തെയും കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്നതിന് പരിഹാരം എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം ഒരുപാട് അവസാനമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത്രയ്ക്കും ചിന്തിച്ചു കാര്യങ്ങൾ. പക്ഷേ ഇതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്ത് ചെയ്താലാണ് ഈ കാലകന്യയെയും യവന രാജാവിനെയൊക്കെ ആക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുക? അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 9ഉം 10ഉം ഇതുപോലെ തന്നെ ഒരുമിച്ച്. അപ്പം ശ്ലോകം 9, കാമാൻ അഭിലഷൻ ദീനഃ യാതയാമാൻ ച കന്യയാ വിഗതാത്മഗതി സ്നേഹഃ പുത്രധാരാഞ്ച ലാളയൻ. ശ്ലോകം 10, ഗന്ധർവ യവന ആക്രാന്താം കാലകന്യാ ഉപമർദ്ദിതാം ഹാതും പ്രചക്രമേ രാജാം താം പുരീം അനികാമനഃ. ശ്ലോകം 9, ഇവിടെ ഈ അങ്ങനെ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാവരുടെ മാറ്റവും തന്നിൽ വരുന്ന മാറ്റവും നഗരത്തിന് വരുന്ന നാശവും ഒക്കെ കണ്ടിട്ട് പരിഹാരം ആലോചിച്ചെങ്കിലും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് അദ്ദേഹം. എന്നാലും കാമാൻ അഭിലഷൻ, അതായത് ഈ കുടുംബജീവിതം, ഈ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി തീരണില്ല. ഒപ്പം ദീനനാണ്. കാരണം ആഗ്രഹങ്ങളൊന്നും ഇപ്പം നടക്കണില്ലേ, വയസ്സായപ്പോൾ വിചാരിച്ചോടത്തേക്ക് എത്താൻ പറ്റണില്ല. അപ്പോൾ അത് കാര്യങ്ങൾ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ വിഷമവും. യാതയാമാഞ്ച കന്യയാ, യാത എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇങ്ങനെ വിളറി മങ്ങലേറ്റിരിക്കുന്ന കന്യയാ, കാലകന്യയുടെ ആക്രമണം കൊണ്ട് വിളറി മങ്ങലേറ്റു, സുഖങ്ങളൊന്നും ഇപ്പം അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ എന്നാൽ ദുഃഖിച്ചിരിക്കുകയാണ്. എന്നാലും ഈ കാമാൻ അഭിലഷൻ, ഈ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങൾ, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല. ഒന്നും അനുഭവിക്കാൻ ഇപ്പം പറ്റണില്ല ജരാനര ബാധിച്ചപ്പോൾ, കാലകന്യ ആക്രമിച്ചപ്പോൾ. പക്ഷെ എന്നിട്ടും കൂടിയും ഇതൊക്കെ വേണ്ടാന്ന് വെക്കാനും, ഈ സുഖങ്ങളൊന്നും എനിക്കിനി വേണ്ട, ഇത്രയും കാലം ഞാൻ അനുഭവിച്ച് തൃപ്തിയായില്ലേ എന്ന് തോന്നണില്ല. അപ്പോഴും ആഗ്രഹങ്ങൾക്ക് ഒരു അറുതിയില്ലാതെ ഈ സുഖങ്ങളോടുള്ള ആസക്തിയോടുകൂടി ജീവിക്കുന്ന അദ്ദേഹം വിഗത ആത്മഗതി സ്നേഹഃ, വിഗതം നഷ്ടപ്പെട്ട് ആത്മഗതി, ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സ്നേഹം, കുടുംബത്തോടുള്ള ഭാര്യയോടുള്ള സ്നേഹം, ആസക്തി, അതുകൊണ്ട് പുത്രധാരാംശ്ച ലാളയൻ, പുത്രന്മാരെയും ഭാര്യയെയും സന്താനങ്ങളെയും മക്കളെയും ഇങ്ങനെ ലാളയൻ പരിപാലിച്ച് തന്നെ അപ്പോഴും എല്ലാ കാര്യങ്ങളും അവർ സുരക്ഷിതമായിരിക്കണം, അവർക്ക് വേണ്ടി ചെയ്യണം. ഇങ്ങനെ എത്ര വയ്യാണ്ടായെങ്കിലും അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവാണ്ടേ, എൻ്റെ സ്വന്തമാണ് ഈ നഗരം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പണം, എൻ്റെ സേവകർ, എൻ്റെ എന്നുള്ള ആ മമത പോവാതെ അപ്പോഴും എത്ര വയസ്സായി ഒന്നിനും പറ്റണില്ല എങ്കിൽ പോലും, ശക്തി ക്ഷയിച്ചു എങ്കിൽ പോലും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരെ സംരക്ഷിക്കണം എന്ന ചിന്തയോടുകൂടി നടന്നിട്ട് ഗന്ധർവ യവന ആക്രാന്തം, ഗന്ധർവന്മാരാലും യവനന്മാരാലും കീഴടക്കപ്പെട്ട കാലകന്യ ഉപമർദ്ദിതാം, കാലകന്യകയാൽ ഇങ്ങനെ അടിച്ച് തകർക്കപ്പെട്ടു എന്ന് പുരഞ്ജനപുരി. എന്നിട്ടും ആ പുരഞ്ജന രാജാവ് താം പുരി, ആ പുരിയെ അനികാമത എന്ന് വെച്ചാൽ ആ പുരിയെ വിട്ടു പോവാനായിട്ട് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും ഹാതും പ്രചക്രമേ, വിട്ടുപോവാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ ആരംഭിച്ചു എന്ന്. പതുക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ തത്വം അവസാനമേ പറയുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കാം. ഗന്ധർവന്മാരും യവനന്മാരും കാലകന്യയും ഒക്കെ ചേർന്ന് പുരഞ്ജനപുരിയെ ഇങ്ങനെ ആക്രമിച്ച് കീഴടക്കാൻ തുടങ്ങിയപ്പോൾ കുറേയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. ശരീരത്തിനും സ്വന്തം ശരീരവും നഗരവും അതുപോലെ എല്ലാവരിലും വന്ന വ്യത്യാസവും ഒക്കെ കണ്ടു. എന്നിട്ട് പോലും, ഈ വ്യത്യാസം വന്നിട്ട് പോലും എല്ലാവരെയും എനിക്ക് പരിപാലിക്കണമെന്ന ആ മമത, അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അവരെയൊക്കെ പരിപാലിക്കണമെന്ന ഒരേ ചിന്തയിലൂടെ തന്നെ ഇരുന്നു. അങ്ങനെ ഗന്ധർവന്മാരാലും യവനന്മാരാലും കാലകന്യയാലും ആക്രമിക്കപ്പെട്ട് ആ രാജാവ് എന്നിട്ട് പോലും ആ പുരഞ്ജനപുരി ഉപേക്ഷിച്ചു പോവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല, ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അതാണ് ഹാതും, ഉപേക്ഷിക്കാൻ. പ്രചക്രമേ എന്ന് വെച്ചാൽ അതിനു വേണ്ടി ആരംഭം കുറിച്ചു, അതിൻ്റെ തുടക്കം കുറിച്ചു എന്നർത്ഥം. ഇനി ശ്ലോകം 11,
ഭയനാംനഃ അഗ്രജ ഭ്രാത പ്രജ്വാര പ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃഷ്ണാം ഭ്രാതുഃ പ്രിയ ചികീർഷയ. ഭയനാംനഃ ഭയം എന്നു പേരുള്ള അഗ്രജ, മുതിർന്ന അഗ്രജ ഭ്രാത അതായത് മൂത്ത സഹോദരൻ, പ്രജ്വാരൻ അതായത് പ്രജ്വാരൻ്റെ മൂത്ത സഹോദരനാണ് ഭയം എന്ന യവന രാജാവ്. നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭയം എന്നു പേരുള്ള യവന രാജാവ് പറഞ്ഞു, എനിക്കൊരു സഹോദരനുണ്ട് അനിയൻ പ്രജ്വാരൻ, ഇനി നീ എൻ്റെ സഹോദരി ആയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കാലകന്യയെ കൂടെ കൂട്ടിയത്. അപ്പോൾ പ്രജ്വാരൻ്റെ മൂത്ത സഹോദരൻ ഭയം എന്ന പേരുള്ള യവന രാജാവ്, ആ രാജാവും അപ്പോൾ പ്രത്യുപസ്ഥിത ആ പുരിയിൽ വന്നു ചേർന്നു. എന്നിട്ട് താം പുരി ആ പുരിയെ കൃഷ്ണാം പൂർണ്ണമായിട്ടും ദദാഹ തീ കൊളുത്തി, പ്രിയ ചികീർഷയ പ്രജ്വാരൻ തൻ്റെ സഹോദരനെ പ്രിയ ചികീർഷയ സന്തോഷമുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠനായ ഭയം എന്ന പേരുള്ള യവന രാജാവിനെ സന്തോഷിപ്പിക്കാൻ ഭ്രാതു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള പ്രജ്വാരൻ അദ്ദേഹത്തിനെ പ്രിയ ചികീർഷ പ്രിയമുണ്ടാവാൻ സന്തോഷിപ്പിക്കാനായിട്ട് ഈ പുരഞ്ജനപുരി എന്ന നഗരത്തെ പൂർണ്ണമായി അങ്ങ് ദദാഹ എന്ന് വെച്ചാൽ തീ കൊളുത്തി ദഹിപ്പിച്ചു കളയാൻ തുടങ്ങി. ശ്ലോകം 12. തസ്യാം സന്ദഹ്യമാനായാം സ പൗരഃ സ പരിച്ഛദഃ കൗടുംബികഃ കുടുംബിന്യ ഉപാദപത്യ സാന്വയഃ. തസ്യാം ആ പുരഞ്ജനപുരി സന്ദഹ്യമാനായാം അങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കവേ സ പൗരഃ ആ പുരിയിലെ എല്ലാ പൗരന്മാരും സ പരിച്ഛദഃ എല്ലാ ഭൃത്യർക്കും പരിചാരകന്മാർക്കും ആ പുരിയിലുള്ള ഭൃത്യന്മാരെ പരിചാരകന്മാർ ആ പുരിയിലെ മറ്റെല്ലാ പൗരന്മാരും ഒപ്പം കൗടുംബിക എന്ന് വെച്ചാൽ ആ പുരിയുടെ അവിടുത്തെ ഗ്രഹനാഥൻ എന്ന് വെച്ചാൽ പുരഞ്ജന രാജാവ് കുടുംബിന്യ തൻ്റെ പത്നിയോടൊപ്പം സാന്വയ എന്ന് വെച്ചാൽ പിൻഗാമികളോടൊപ്പം ഉപാദപത്യ എന്ന് വെച്ചാൽ ആ അഗ്നിയിലെ ആ പതുക്കെ ഇങ്ങനെ ദഹിച്ചുകൊണ്ട് അത് ആ ക്ലേശിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായ അഗ്നിയിൽപ്പെട്ട് ഇങ്ങനെ ദഹിച്ച് ക്ലേശിക്കാൻ തുടങ്ങി. അപ്പോൾ പുരഞ്ജനപുരിയിൽ അങ്ങനെ ആ ഒരു പ്രജ്വാര എന്ന രാജാവ് പുരഞ്ജനപുരിയെ ദഹിപ്പിക്കാൻ തുടങ്ങിയല്ലോ. ജ്യേഷ്ഠൻ വന്നു, ഭയം എന്നു പേരുള്ള യവന രാജാവ് എത്തി. അപ്പോൾ ജ്യേഷ്ഠനെ സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് പുരഞ്ജനപുരിക്ക് പൂർണ്ണമായും അങ്ങ് തീ കൊളുത്തി. പുരഞ്ജനപുരി അങ്ങനെ ദഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ പുരിയിലെ പൗരന്മാർ, സേവകര്, ഭൃത്യന്മാർ, പുരിയുടെ യജമാനൻ, കുടുംബസ്ഥനായിട്ടുള്ള പുരഞ്ജന രാജാവ്, അദ്ദേഹത്തിൻ്റെ പത്നി, ഇവരെല്ലാവരും അതിൽ കിടന്നിങ്ങനെ ദഹിക്കാൻ ആ തീയിൽ കിടന്ന് ദഹിക്കാൻ തുടങ്ങി. ഇനി ശ്ലോകം 13. യവന ഉപരുദ്ധ ആയതനഃ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാര സംസൃഷ്ടഃ പുരപാല അന്വതപ്യത. യവന ഉപരുദ്ധ ആയതനഃ ഗ്രസ്തായാം കാലകന്യായ പുര്യാം പ്രജ്വാര സംസൃഷ്ടഃ പുരപാലഃ അന്വതപ്യത. യവന ഉപരുദ്ധ യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട അങ്ങനെയുള്ള ആയതന എന്ന് വെച്ചാൽ ഭവനം, വസിക്കുന്ന ഇടം എന്നർത്ഥം വയ്ക്കുക. ഭവനം, യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട ആ ഭവനം. ഗ്രസ്തായാം കാലകന്യയ കാലകന്യയാൽ വിഴുങ്ങപ്പെട്ട ആക്രമിക്കപ്പെട്ട ആ ഭവനം. പുര്യ ആ പുരഞ്ജനപുരി പ്രജ്വാര സംസൃഷ്ട പ്രജ്വാരനാലും ആക്രമിക്കപ്പെട്ടു പോയ പുരപാല ആ പുരഞ്ജനപുരിക്കൊരു സംരക്ഷകനുണ്ടായിരുന്നു, കാവൽക്കാരൻ, 5 തലശിരസോടു കൂടിയ നാഗം. അതാണ് ആ പുരപാലൻ. പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ട ആ പുരപാലനായ 5 ശിരസോടു കൂടിയ നാഗവും അന്വതപ്യത അവരോടൊപ്പം ദഹിക്കാൻ തുടങ്ങി, ആ ക്ലേശം അനുഭവിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ പുരഞ്ജനപുരിയിലെ എല്ലാ പൗരന്മാരും പുരഞ്ജന രാജാവും പത്നിയും കുടുംബങ്ങളും പിൻഗാമികളും ഭൃത്യന്മാരും മാത്രമല്ല, ആ പുരഞ്ജനപുരിക്ക് കാവലായിട്ട് നിന്നിരുന്ന 5 ശിരസോടുകൂടിയ നാഗവും ഒപ്പം പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടിട്ട് അങ്ങ് ദഹിക്കാൻ തുടങ്ങി, ആ ചൂടിൽ കിടന്ന് വെന്ത് മരിക്കാൻ തുടങ്ങി എന്നർത്ഥം. പ്രജ്വാരൻ എന്ന് വെച്ചാൽ ജരാനരയല്ല, ജ്വരം ബാധിച്ച്, അതായത് രോഗം ബാധിച്ച്, വാർദ്ധക്യ സംബന്ധമായ രോഗം ബാധിച്ചിട്ട് അങ്ങനെ ആ അഗ്നിയിൽ കിടന്ന് ദഹിക്കാൻ തുടങ്ങി സർപ്പവും. അപ്പോൾ യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട് കാലകന്യാൽ ആക്രമിക്കപ്പെട്ട പുരഞ്ജനപുരിക്ക് സംരക്ഷകനായി നിന്നിരുന്ന 5 ശിരസോടുകൂടിയ നാഗവും പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി അവരോടൊപ്പം ദഹിക്കാൻ തുടങ്ങി.
ന ശേഖേ സഹ അവിതും തത്ര പുരു കൃച്ഛ്ര ഉരുവേപതുഹു പുരുകൃച്ഛ്ര ഉരുവേപതുഹു ഗന്ധും ഐച്ഛത് തതഃ വൃക്ഷകോടരാത് ഇവ സ അനലാത്ത് ന ശേഖേ, അതായത് ശക്തനല്ലാതായി, സഹ ആ സർപ്പം, അവിതും സംരക്ഷിക്കുവാൻ, തത്ര ആ പുരിയെ. അപ്പോൾ പുരഞ്ജനപുരിയെ സംരക്ഷിക്കാൻ ആ സർപ്പത്തിന് ശക്തിയില്ലാണ്ടായി തുടങ്ങി. കാരണം പുരുകൃച്ഛ്ര ഉരുവേപതോ, പുരുകൃച്ഛ്ര വളരെ പ്രയാസം മൂലം, വാർദ്ധക്യം ബാധിച്ച് വളരെ എന്ന് വെച്ചാൽ പ്രജ്വാരം വന്ന് ആക്രമിച്ചപ്പോൾ വളരെ പ്രയാസം അനുഭവിച്ച് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് ആ സർപ്പം. അതുകൊണ്ട് തന്നെ പുരഞ്ജനപുരിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്, ആ സർപ്പത്തിന് കെൽപ്പില്ലാതായി, ശക്തിയില്ലാതായി. അപ്പോൾ ആ സർപ്പവും ആഗ്രഹിച്ചത് എന്താണ്? ഗന്ധും ഐച്ഛത്, പോകാൻ ആഗ്രഹിച്ചു. തതഹ ആ പുരഞ്ജനപുരി വിട്ടു പോവാൻ സർപ്പവും ആഗ്രഹിച്ചു. രാജാവ് നിർബന്ധിതനാവാണ് പുരഞ്ജനപുരി ഉപേക്ഷിക്കാൻ. രാജാവിന് ഇഷ്ടമില്ല ആ എന്താ പറയുക, പുരഞ്ജന നഗരം ഇട്ട് ഉപേക്ഷിച്ച് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം ആക്രമണങ്ങളാൽ എന്താ പറയുക നിർബന്ധിതനാവുകയാണ് അത് ഇട്ടിട്ട് പോകാനായിട്ട്. പക്ഷെ സർപ്പം അങ്ങനെയല്ല, സർപ്പത്തിന് ശക്തി ക്ഷയിച്ചു. അപ്പോൾ നഗരത്തെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ സർപ്പം ആഗ്രഹിക്കാൻ തുടങ്ങി, ഈ പുരഞ്ജനപുരിയെ ഉപേക്ഷിച്ച് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, സഹ അനലാത്ത്, അതായത് അഗ്നി ബാധിച്ചു കഴിഞ്ഞാൽ, അഗ്നിയോടുകൂടി കഴിഞ്ഞാൽ വൃക്ഷകോടരാത്, ഒരു മരത്തിൽ അഗ്നി ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊത്തിലിരിക്കുന്ന സർപ്പം എപ്രകാരം, ഇവ എന്ന് വെച്ചാൽ എപ്രകാരമാണോ ആ വൃക്ഷം ഉപേക്ഷിച്ച് പോകുന്നത് അതുപോലെ. മനസ്സിലായോ? അഗ്നിയെ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ വൃക്ഷത്തിൻ്റെ പൊത്തിലിരിക്കുന്ന സർപ്പം ആ വൃക്ഷം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ഈ ഒരു പ്രജ്വാരൻ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ശരീരത്തെ ഈ പുരഞ്ജനപുരിയെ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കിടന്ന് വെന്ത് നേറാൻ തുടങ്ങിയ സർപ്പവും പുരഞ്ജനപുരി ഉപേക്ഷിച്ചു വിട്ടുപോവാൻ സ്വയം ആഗ്രഹിച്ചു. ഇനി ശ്ലോകം 15. ശിഥില അവയവഃ യർഹി ഗന്ധർവൈഹി ഹൃദ പൗരുഷഃ യവനൈഹി അരിഭിഹി രാജൻ ഉപരുദ്ധ രുരോധഃ. ശിഥില അവയവഃ, അവയവങ്ങളെല്ലാം ശിഥിലമായി തുടങ്ങി, നശിച്ചു തുടങ്ങി. യർഹി, അങ്ങനെ വന്നപ്പോൾ ഗന്ധർവൈഹി, ഗന്ധർവന്മാരാൽ ഹൃദ പൗരുഷഃ, പൗരുഷം മുഴുവനായി നശിക്കപ്പെട്ടു. അപ്പോൾ ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ചപ്പോൾ പുരഞ്ജനപുരിയുടെ അവയവങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങി, ശിഥിലമാക്കാൻ തുടങ്ങി, പൗരുഷം കെട്ടു തുടങ്ങി. യവനൈഹി അരിഭിഹി, യവനന്മാരായ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ രാജൻ, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, ഇപ്പം നാരദ മഹർഷിയാണ് വിളിച്ചത്, ഉപരുദ്ധ രുരോധഃ. അപ്പോൾ യവനന്മാരാലും ആക്രമിക്കപ്പെട്ടപ്പോൾ ഉപരുദ്ധം, അവരിങ്ങനെ ഇറുക്കാൻ തുടങ്ങിയപ്പോൾ രുരോധഃ, ഈ പുരഞ്ജന രാജാവ് ഉറക്ക നിലവിളിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഊഹിക്കാലോ, അവസാന സമയത്തെ കരച്ചിലാണത്. അപ്പോൾ ഗന്ധർവന്മാരാൽ അവയവങ്ങളൊക്കെ നശിച്ചു തുടങ്ങി, അതോടൊപ്പം പൗരുഷവും കെട്ടു. ഈ സമയം യവനന്മാരുടെ ആക്രമണം കൂടി ആയപ്പോൾ സഹിക്കാൻ പറ്റാതെ, ശരീരം വിട്ടുപോകാനിട്ട് ഇഷ്ടമില്ല, പുരി വിട്ടുപോകാനിട്ട് ഇഷ്ടമില്ല, പക്ഷെ ഇങ്ങനെ നിർബന്ധത്തിന് വിട്ടുപോകാൻ അത്രയും നിർബന്ധിതനാവുകയാണെന്ന് മനസ്സിലായോ? കാലം ആ പുരിയെ വിട്ടു പോവാനായിട്ട് രാജാവിനെ ഇങ്ങനെ നിർബന്ധിതനാക്കുകയാണ്. രാജാവിന് ഇഷ്ടമില്ല ആ പുരി വിട്ടിട്ട് പോവാൻ. പക്ഷേ ആ ദുഃഖം കൊണ്ട് അദ്ദേഹം അങ്ങനെ ഉറക്കെ, ആ നിർബന്ധിതനാക്കപ്പെട്ടെന്ന ദുഃഖം കൊണ്ട് ഉറക്കെ അങ്ങ് കരഞ്ഞു തുടങ്ങി. ഇനി ശ്ലോകം 16 17. ദുഹിതൃ പുത്ര പൗത്രാൻശ്ച ജാമാതൃ പാർഷദാൻ സ്വത്വ അവശിഷ്ടം യത് കിഞ്ചിത് ഗൃഹ കോശ പരിച്ഛദം. അതാണ് 15. ഇനി 16. ഇനി 17ാമത്തെ ശ്ലോകം. അഹം മമ ഇതി സ്വീകൃത്യ ഗൃഹേഷു കുമതി ഗൃഹി ദദ്യൗ പ്രമദയാ ദീനഃ വിപ്രയോഗ ഉപസ്ഥിതേ. 16ഉം 17ഉം ഒരുമിച്ച്. അതായത് ദുഹിതൃ പുത്രിമാര്, പുത്രന്മാർ, പൗത്രാൻ പേരക്കുട്ടികൾ, ജാമാത്യ അതായത് പുത്രൻ്റെ ഭാര്യമാർ, ജാമാത്യ പുത്രിമാരുടെ ഭർത്താക്കന്മാർ, പാർഷദാൻ സേവകന്മാർ, ഇതൊക്കെ ഇനി
സ്വത്വ അവശിഷ്ടം ഇതുകൂടാതെ ഗൃഹകോശ പരിച്ഛേദം, ഗൃഹം എൻ്റെ വീട്, അപ്പം എൻ്റെ പുത്രന്മാർ, എൻ്റെ പുത്രിമാർ, എൻ്റെ പുത്രന്മാരുടെ ഭാര്യമാർ, എൻ്റെ പുത്രിമാരുടെ ഭർത്താക്കന്മാർ, എൻ്റെ സേവകർ, എൻ്റെ വീട്, കോശം വെച്ചാൽ എൻ്റെ ഖജനാവ്, പണപ്പെട്ടി, സമ്പാദ്യം, പരിച്ഛേദം എൻ്റെ വീട്ടുപകരണങ്ങൾ, ഇപ്പം നമ്മൾ പറയില്ലേ കാറ്, സ്വത്ത്, വീട്ടിലെ സാധനങ്ങൾ, മേടിച്ചു കൂട്ടിയ സാധനങ്ങൾ, ഇങ്ങനെ ഗൃഹോപകരണങ്ങൾ, ഇതെല്ലാം അവൻ സ്വന്തമല്ല, ഇതൊക്കെ പോയി, ഇതൊക്കെ നശിച്ചു. അങ്ങനെ യത് കിഞ്ചിത്ത് മറ്റെന്തൊക്കെയുണ്ടോ അതൊക്കെ നശിച്ചു. ഇനി ബാക്കിയുള്ളത് എന്താണെന്നറിയോ? സ്വത്വ അവശിഷ്ടം. ഇതൊക്കെ എൻ്റേതാണ് എന്ന ചിന്ത മാത്രം ശിഷ്ടമായിട്ടുള്ളൂ എന്ന്. സ്വരുക്കൂട്ടി വെച്ചതെല്ലാം നശിച്ചു, ഒക്കെ പോയി. എൻ്റെ എല്ലാതായി കഴിഞ്ഞു, അതൊക്കെ പോയി. എന്ത് പോയി? മക്കൾ പോയി. കാരണം നശിച്ചു തുടങ്ങിയല്ലോ. മക്കൾ പോയി, ആൺമക്കൾ, പെൺമക്കൾ, അവരുടെയൊക്കെ മരുമക്കൾ, സേവകര്, പണം, ഖജനാവ്, ഭാര്യ, ഗ്രഹം, വീട്, എന്തൊക്കെ സ്വന്തമുണ്ടെന്ന് കരുതിയോ അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ എൻ്റെ സ്വന്തമാണെന്നുള്ള തെറ്റിദ്ധാരണ മാത്രമേ അവശേഷിച്ചുള്ളൂ. അതും ദേ പോവാൻ പോകുന്നു. അതും ഒപ്പം എന്താണുള്ളത്? അതുകൂടാതെ കൊണ്ട് നടന്നിരുന്ന ചിന്ത അഹം മമ ഇതി, ഇത് ഞാനാണ്, ഇതൊക്കെ എൻ്റെയാണ്, ഇതി ഇപ്രകാരമുള്ള സ്വീകൃത്യ, ഇപ്രകാരമുള്ള അറിവില്ലായ്മയൊക്കെ സ്വീകരിച്ചിട്ട് ഗൃഹേഷു കുമതി, അതായത് കുമതി ബുദ്ധി നശിച്ച്, ഇതിനെയൊക്കെ സ്വീകരിച്ച് ആ ഒരു ബുദ്ധി നശിച്ചിട്ട് ഗൃഹേഷു വീടിനകത്ത് ഗൃഹസ്ഥനായി കഴിഞ്ഞ ആ പുരഞ്ജനൻ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ മരുമക്കള്, എൻ്റെ സേവകര്, എൻ്റെ വീട്, എൻ്റെ ഖജനാവ്, എൻ്റെ വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ എൻ്റെ സ്വന്തം, ഞാൻ, എൻ്റെ എന്നൊക്കെയുള്ള അറിവില്ലായ്മയെ സ്വീകരിച്ചിട്ട് ബുദ്ധി നശിച്ച് ഒരു കുടുംബനാഥനായിട്ട് ഗൃഹസ്ഥ ജീവിതം നയിച്ചിരുന്ന പുരഞ്ജനൻ ദദ്യൗ പ്രമദയ, ദദ്യൗ എന്ന് വെച്ചാൽ ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. പ്രമദയ വിപ്രയോഗ, തൻ്റെ ഭാര്യ കൂടി വിപ്രയോഗം എന്ന് വെച്ചാൽ വിയോഗം, തനിക്ക് നഷ്ടപ്പെടുന്നു. തൻ്റെ ഭാര്യയെ പോലും തനിക്ക് ഇനി നഷ്ടപ്പെടാൻ പോവാണ്. കാരണം അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തൻ്റെ ഭാര്യയെ പോലും ഇല്ലാതായി, തനിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ദുഃഖത്തിൽ ദുഃഖിച്ചിട്ട് ഉപസ്ഥിതി, അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എന്ന്. മനസ്സിലായോ? അതായത് എൻ്റെ പുത്രന്മാർ, പുത്രിമാർ, അവരുടെയൊക്കെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, സേവകർ, ഗ്രഹം, അതുപോലെ സമ്പാദ്യം, അതുപോലെ ഗ്രഹോപകരണങ്ങൾ, ഇതൊക്കെ പോയി. ഇനി ഇദ്ദേഹം പുരഞ്ജനപുരി വിട്ടു പോവല്ലേ, അപ്പം ഇതൊക്കെ പോയി. ഇനി സ്വന്തമായിട്ടുണ്ടെന്ന് ഇനിയുള്ളത് ഇതൊക്കെ എൻ്റെ സ്വന്തമാണെന്നുള്ള ധാരണ മാത്രമാണ് അവശേഷിച്ചത്. ആ ധാരണ മാത്രം അവശിഷ്ടമായിട്ടുണ്ടായിരുന്നു, അതും പോയി. ഈ ഞാൻ ഇതാണെന്നുള്ള ചിന്ത, അഹവും പോയി. എൻ്റേതാണ് ഇതെന്നുള്ള മമത, അതും പോയി. എല്ലാം പോയി. ഈ പ്രകാരമുള്ള ചിന്തകളെയൊക്കെ മനസ്സിലേക്ക് സ്വീകരിച്ച് ബുദ്ധി നശിച്ച് വെറും ഒരു സുഖങ്ങൾ അനുഭവിച്ച് ഗൃഹസ്ഥാശ്രമിയായിട്ട് മാത്രം ജീവിച്ച ആ പുരഞ്ജന രാജാവ് ഇപ്പോൾ ഇതാ ഭാര്യയുടെ വിയോഗം, ഭാര്യയെ പോലും നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. തനിക്ക് ഭാര്യയെ വേർപെട്ട് പോവുകയാണ് താനും കൂടി ചിന്തിച്ചപ്പോൾ ദുഃഖം സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നത്. ദ്യൗ എന്ന് വെച്ചാൽ ഇപ്രകാരം ചിന്തിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. പുരഞ്ജന രാജാവ് എന്താണ് ഭാര്യയും കൂടി നഷ്ടപ്പെടാൻ, കാരണം ഏറ്റവും കൂടുതൽ അദ്ദേഹം ആസക്തനായത് ഭാര്യയിലായിരുന്നു. ആ ഭാര്യയിൽ പോലും ഞാൻ വിട്ടു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ചിന്ത, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അവസാന സമയത്ത് ആ പോക്കിൽ ഒരാളുടെ മനസ്സിലെ ചിന്തകളാണ് കറക്റ്റ് പറയുന്നത് കേട്ടോ. അതാണ് ആ പുരഞ്ജനൻ്റെ ചിന്ത പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു. അതിനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്നത് സ്വന്തം ഭാര്യയാണ്. അപ്പോൾ അവളെ പോലും പിരിയണ സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് ഇപ്രകാരമാണെന്ന്. അതാണ് തുടർന്ന് 18, 19, 20, 21 ശ്ലോകങ്ങളിൽ പറയുന്നത്. ലോകാന്തരം ഗതവതി മയി അനാഥ കുടുംബിനി വർത്തിഷ്യതേ കഥം തേഷു ബാലകാൻ അനുശോചതി. ലോകാന്തരം ഗതവതി, ഞാൻ ഈ പുരഞ്ജനപുരി വിട്ട് പരലോകത്തേക്ക് പോയാൽ, മയി ഞാൻ അങ്ങനെ പോയാൽ, അനാഥയായി തീർന്ന് എൻ്റെ ഭാര്യ, കുടുംബിനി കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ട് അനാഥയായി തീർന്ന അവൾ, ബാലകാൻ അനുശോചതി മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട്, കഥം വർത്തിഷ്യതേ എങ്ങനെ അവൾ ജീവിക്കും? ഒരാൾ താങ്ങാനില്ല,
ഭർത്താവായ ഞാനില്ലാണ്ട് തു ഏഷാന്ന് വെച്ചാൽ അവൾ എങ്ങനെ ജീവിക്കും? ഞാൻ ഈ പുരി വിട്ട് വേറൊരു നഗരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുടുംബസ്ഥയായിട്ട് കുടുംബിനിയായ കുടുംബത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുക്കേണ്ടി വരുന്ന അനാഥയായി തീരുന്ന എൻ്റെ ഭാര്യ മക്കളെക്കുറിച്ചൊക്കെ ഓർത്ത് അവരെ എങ്ങനെ വളർത്തും, അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ച് അവൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും? അവസാന സമയത്തെ ചിന്ത അതൊക്കെയായിരുന്നു എന്ന്. ശ്ലോകം 19. ന മയി അനാശിതേ ഭുങ്ക്തേ ന അസ്നാദേ സ്നാദി മത്പര മയി രുഷ്ടേ സുസന്ത്രസ്ത ഭർസിതേ യദവാഗ് ഭയാത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മത്പര എപ്പോഴും എൻ്റെ ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ മയി ഞാൻ അനാശിതേ എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ന ഭുങ്ക്തേ അവൾ ഭക്ഷണം കഴിക്കില്ല. ഇനി അസ്നാദേ ഞാൻ അസ്നാദേ എന്ന് വെച്ചാൽ സ്നാനം കുളിച്ചില്ലെങ്കിൽ സ്നാനം ചെയ്തില്ലെങ്കിൽ ന സ്നാദി അവളും സ്നാനം ചെയ്യില്ല. ഇനി മയി ഞാൻ രുഷ്ടേ ദേഷ്യപ്പെട്ടാൽ കോപിച്ചാൽ സുസന്ത്രസ്ത അവൾ ഭയപ്പെടുമായിരുന്നു. ഇനി ഭർസിതേ ഞാൻ അവളെ ശിക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ അവൾക്ക് ശിക്ഷ കൊടുത്താൽ ഭയം മൂലം യദവാഗ് ഒന്നും മിണ്ടാതെ അവൾ നിൽക്കുമായിരുന്നു എൻ്റെ മുന്നിൽ. അപ്പം അങ്ങനെയുള്ളൊരു പാവമായ അവൾ ഇനി ഞാനില്ലാതെ എങ്ങനെ ജീവിക്കും? എപ്പോഴും എന്നോട് ചേർന്ന് തന്നെയാണ് അവൾ നടന്നിരുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കില്ല, ഞാൻ കുളിച്ചില്ലെങ്കിൽ അവൾ കുളിക്കില്ല, ഞാൻ ചീത്ത പറഞ്ഞാൽ അവൾ പേടിച്ച് വിറയ്ക്കും, ഞാൻ ശിക്ഷ കൊടുക്കുമ്പോൾ പേടി കൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കും. ഇനി ശ്ലോകം 20. പ്രബോധയതി മാ അവിജ്ഞം വ്യുഷിതേ ശോകകർഷിത വർമാ ഏതത് ഗൃഹമേദീയം വീരസു അഭി ന ഇഷ്യതി. പ്രബോധയതി മാ അവിജ്ഞം എൻ്റെ അറിവില്ലായ്മ സമയത്ത്, അതായത് എനിക്ക് തെറ്റുപറ്റുമ്പോൾ ഞാൻ അജ്ഞാനിയായിട്ട് ഇരിക്കുമ്പോൾ പ്രബോധയതി അവളെനിക്ക് ശരിയായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ വ്യുഷിതേ ശോകകർഷിത വ്യുഷിതേ ഞാൻ ഇല്ലാതിരിക്കുമ്പോൾ ശോകകർഷിത വിരഹദുഃഖത്താൽ ശുഷ്കിച്ചിട്ട്, അതായത് എന്നെ കാണാതെ ഇങ്ങനെ ക്ഷീണിച്ചിട്ട്, എന്നാൽ വീരസു എന്ന് വെച്ചാൽ മക്കളുടെ മുന്നിൽ വീരമാതാവ്, അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന, അവരെ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്ന വീരമാതാവായിരിക്കുന്ന അവൾ ന ഇഷ്യതേ അവൾ എങ്ങനെ ചെയ്യുമെന്ന്, ന ഇഷ്യതയെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കുമോ എന്ത്? ഗൃഹമേദീയം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, വർമ്മ ഏതത്ത് എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ പിന്നെ അവൾ എങ്ങനെ ചെയ്യുമെന്ന്. അതായത് എന്നെ വിട്ട് പിരിഞ്ഞ് അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഒപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തെറ്റുപറ്റുമ്പോൾ എനിക്ക് ശരിയായ വഴി ജ്ഞാനം പറഞ്ഞു തരുന്നതും അവളാണ്. അപ്പോൾ ഇനി വ്യുഷിതേ ഞാനില്ലാതെ വരുമ്പോൾ എന്നെ കാണാത്ത ദുഃഖത്തിൽ ശുഷ്കിച്ച് ക്ഷീണിച്ച് മക്കൾക്കൊക്കെ വീരമാതാവായിരുന്ന അവൾ ഇനി എങ്ങനെ ഈ കുടുംബകാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും? ഇതൊക്കെയാണ് ആ പുരഞ്ജനപുരി വിട്ടു പോകുന്ന നിമിഷം അദ്ദേഹം ചിന്തിക്കുന്നത്. ശ്ലോകം 21. കഥം നു ദാരകാദീന ദാരകീവ അപരായണാഃ വർത്തിഷ്യന്തേ മയീ ഗതേ ഭിന്നനാവ ഇവ ഉദതൗ. കഥംനു എപ്രകാരമാണ്, എങ്ങനെ ദാരക എൻ്റെ പുത്രന്മാരും ദീന ദുഃഖിച്ചിട്ട് ദാരകി പുത്രിമാരും വ അപരായണ ആശ്രയമില്ലാതെ ഇവിടെ ജീവിക്കും. എൻ്റെ പുത്രന്മാരും പുത്രിമാരൊക്കെ ഞാനില്ലാതെ ദുഃഖിച്ച് അവരെങ്ങനെ ഇനി ഇവിടെ ജീവിക്കും? വർത്തിഷ്യന്തേ എന്ന് വെച്ചാൽ കഥംനു വർത്തിഷ്യന്തേ എങ്ങനെ അവർ ജീവിക്കും? മയി ഗതേ ഞാൻ അവരെയൊക്കെ വിട്ടുപോയാൽ. എന്നിട്ട് ഉദാഹരണം പറയാണ്, ഉദതൗ എന്ന് വെച്ചാൽ ഒരു സമുദ്രത്തിൽ ഭിന്നനാവ, അതായത് അടി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഞ്ചിയിൽ ഇവ ഇരിക്കുന്ന അവരെ പോലെ ആവും ജീവിതം. സമുദ്രത്തിലെ തോണിയാണെങ്കിൽ പൊട്ടിത്തുടങ്ങി, അടിയൊക്കെ പൊട്ടിത്തുടങ്ങി, അപ്പം അതിലേക്ക് വെള്ളം കയറും, സുരക്ഷിതരായിരിക്കില്ല, അത് തോണി മുങ്ങും. അതാണ് പറയുന്നത്, ഒരു സമുദ്രത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ തോണിയിൽ ഇരിക്കുന്നവരെ പോലെ ആവും എൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയൊക്കെ ജീവിതം. ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു ആശ്രയമില്ലാതെ അവർ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും? ശ്ലോകം 22. ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തം അധദർഹണം ഗൃഹീതും കൃതതി ഏനം ഭയം ന അഭ്യപത്യത.
ഭയം നാമ എന്നാണ് കേട്ടോ. ഭയം നാമ അഭ്യപത്യത ഏവം ഇപ്രകാരം കൃപണയ, അതായത് കാർപ്പണ്യദോഷം ബാധിച്ച, അറിയാലോ അറിയേണ്ടതിനെ അറിയാതെ പോകുന്നതിനെയാണ് കാർപ്പണ്യദോഷം ബാധിച്ച ബുദ്ധിയോടുകൂടി ശോചന്തം ദുഃഖിച്ച്, എന്നാൽ അതദർഹണം, ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും കാർപ്പണ്യദോഷം ബാധിച്ച് പുരഞ്ജന രാജാവ് ഇപ്രകാരം ചിന്തിച്ച് ദുഃഖിച്ച് അങ്ങനെ ഗ്രഹീതും പൂർണ്ണമായും പിടികൂടാൻ നോക്കുകയാണ്. കൃതധി, ആ പിടികൂടാൻ തന്നെ പൂർണ്ണമായും പിടികൂടാൻ തയ്യാറായിട്ട്, കൃതധി എന്ന് വെച്ചാൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ആര്? ആ ഭയം നാംന, ഭയം എന്ന പേരുള്ള യവന രാജാവിനെ, ഏനം എന്ന് വെച്ചാൽ പുരഞ്ജനനെ, അഭ്യപത്യത അവിടെ എത്തിച്ചേർന്നു എന്ന്. അപ്പം ഇപ്രകാരം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുടെ ഒരാവശ്യമില്ല, എന്നിട്ട് പോലും കാർപ്പണ്യദോഷം ബാധിച്ച ബുദ്ധിയോടുകൂടി ഇതൊക്കെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആ പുരഞ്ജന രാജാവിനെ പിടികൂടാൻ തീരുമാനിച്ചുറപ്പിച്ച് അവിടെ യവന രാജാവായ ഭയം അവിടെ എത്തിച്ചേർന്നു. അപ്പം അദ്ദേഹം ഈ ആകുലതകളൊക്കെ ചിന്തിച്ചു, ഇനി ഭയം കൂടി അദ്ദേഹത്തിനെ പിടികൂടാൻ പോവുകയാണ്. ആ ഭയത്തോട് കൂടിയിട്ടാണ് പിന്നെ അങ്ങ് വിട്ടുപോകുന്നത്. അപ്പോൾ പുരഞ്ജന രാജാവിൻ്റെ ആ ജന്മത്തിൻ്റെ അവസാനത്തെ സമയമാണ് അപ്പോൾ പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി 22 ശ്ലോകം കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി നമ്മൾ നാളെ. അപ്പോൾ കാലകന്യയും പ്രജ്വാരനും ഭയവും യവന സൈന്യവും എല്ലാം ചേർന്ന് പുരഞ്ജനപുരിയെ ആക്രമിച്ച് അങ്ങോട്ട് പൂർണ്ണമായി കീഴടക്കി. രാജാവിൻ്റെ ശരീരം, രാജാവിൻ്റെ കുടുംബം ഒക്കെ മറിയാൻ തുടങ്ങി. സംരക്ഷകനായിരുന്ന സർപ്പവും ക്ഷീണിച്ചു തളർന്നു. സർപ്പത്തിന് എങ്ങനെയെങ്കിലും പുരി വിട്ടു പോയാൽ മതിയെന്നായി. രാജാവിനാണെങ്കിൽ പുരി വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ല. തൻ്റേതെന്ന് വിചാരിച്ചതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഇഷ്ടമില്ല. പക്ഷെ വിട്ടുപോകാൻ അദ്ദേഹം അങ്ങോട്ട് നിർബന്ധിതനാവുകയാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധിതനായി സ്വയം ഇങ്ങനെ ദഹിച്ചു പോകാൻ തുടങ്ങുന്ന നിമിഷം കുടുംബത്തെക്കുറിച്ച്, തൻ്റെ എല്ലാത്തിനെക്കുറിച്ചും ചിന്തിച്ചും സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ഭാര്യയെ വിട്ട് പോകുമ്പോഴുള്ള ദുഃഖം, അവളെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്തിട്ടുള്ള ദുഃഖം ആ പോണ സമയത്ത്, പിന്നെ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖം, എന്നിങ്ങനെ ഒരു അനാവശ്യമായ അങ്ങനത്തെ ചിന്തകൾ വരുന്നത് ആ കാർപ്പണ്യദോഷം ബാധിച്ച ആളുകൾക്കാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ജനിച്ചത് ഇങ്ങനെ പോകാനല്ല, അറിയേണ്ട സത്തയെ അറിയാതെയാണ് ആ പോകുന്നത്. അങ്ങനെ അറിയാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖം. ഒരു സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി വേറെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് വരെയുള്ള കൂട്ടേ ഉള്ളൂ ആ ബസ്സിലെ യാത്രക്കാരും ഞാനുമായിട്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കത് അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഒരു ജീവിതയാത്ര, ഒരു ബസ് യാത്ര പോലെയാണ്. തുടങ്ങി അവസാനിക്കുന്നതോടുകൂടി ആ ബന്ധം അവിടെ അവസാനിച്ചു. മനസ്സിലായോ? ശരീരവുമായി ബന്ധപ്പെട്ടതാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിഞ്ഞാൽ ആ പോകുന്ന സമയത്ത് എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കില്ല. ഇവരൊക്കെ ഇനി എങ്ങനെ ജീവിക്കുമെന്നോർത്തും ദുഃഖിക്കില്ല. കാരണം പ്രകൃതി എല്ലാം മാറ്റിമറിക്കും. നമ്മളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ പോവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വിചാരിക്കും ഞാനില്ലാതെ എങ്ങനെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാനില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ പോവും. നമ്മുടെ വീടും വീട്ടുകാരും അവരും ജീവിക്കും. നമ്മുടെ തെറ്റായൊരു ധാരണയാണ് ഞാനില്ലെങ്കിൽ ഇതൊന്നും നോക്കാൻ ആളുണ്ടാവില്ല, ഇവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന്. മനസ്സിലായ? അപ്പോൾ അവരും ജീവിച്ചു പോവും, അവരും ജീവിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതാണ് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു ചിന്ത. അത് കാർപ്പണ്യദോഷം ബാധിച്ചതുകൊണ്ട്, ബുദ്ധി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വലഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പൂർണ്ണമായും പിടികൂടാനായിട്ട് ഭയം എന്ന യവന രാജാവും അവിടെ എത്തി അദ്ദേഹത്തെ പിടികൂടി എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നാളെ.